പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ഏറ്റെടുത്ത് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത സമാധാന പ്രഭുവിൽ ഉത്തരം ഉണ്ടെന്നുള്ള സത്യം ഇതാ മറനീങ്ങുന്നു. Presenting the Prince of Peace with an uncompromising quality. We welcome you all for this program. നരകം ഉണ്ടെന്നുള്ളതിനാൽ ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ വകുപ്പുണ്ടോ? നരകം ഉണ്ടെന്നുള്ളതിന് വിശ്വസനീയ തെളിവുകളുണ്ടോ? പാതാളവും നരകവും തീപ്പൊയ്കയുമല്ല ഒരേ സ്ഥലങ്ങളാണോ? നരകം തീ കൊണ്ടുണ്ടാക്കുവാൻ കാരണമെന്ത്? മരണാനന്തര ജീവിതത്തിൽ മാനവരെ മാടി വിളിക്കുന്ന 2 സ്ഥലങ്ങൾ ഈ ജീവിതത്തിൽ തന്നെ ഉറപ്പാക്കാമോ? എന്നാൽ ദൈവം സത്യം വെളിപ്പെടുത്തി. നമുക്ക് ഇത് നിസ്സാരമല്ലെന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ നിന്ന് വായിക്കാം. തന്റെ പുത്രനെ ക്രൂശിലയച്ച് പാപത്തിന് പരിഹാരം ദൈവം വരുത്തിയിട്ട് മാനവരാശിക്ക് രക്ഷപ്പെടുവാൻ അവൻ മാർഗം തുറന്നുകൊടുത്ത് ആഹ്വാനം ചെയ്യുമ്പോൾ എബ്രായലേഖനം 10:29 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പേൻ. ആ പദം ചിന്താവിഷയമാണ്. ഇത് എത്ര കഠിനമേറിയ ഒരു ശിക്ഷയ്ക്ക് കാരണം. എന്താ കാരണം? തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കുന്നു. ദൈവപുത്രന്റെ രക്തം കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചു കളയുന്നു. ദൈവം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തത് വേണ്ടെന്ന് പറയുന്നു അല്ലേ? നിസ്സാരമെന്ന് കരുതുന്നു, നിസ്സാരമാക്കുക. നോക്കുക, എബ്രായലേഖനം 2:4 വായിച്ച് അതോട് ചേർത്ത്. എബ്രായലേഖനം 2:4 സാറേ ഞാൻ വായിച്ചോട്ടെ? വായിച്ചോട്ടെ. കേട്ടവർ നമുക്ക് ആ ഭാഗമല്ല, അത് തന്നെ ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? How shall we escape if we neglect such a great salvation? ഇത്ര വലിയ രക്ഷ. ആ രക്ഷയുടെ വലിപ്പത്തിന് ദൈവം എടുത്ത് കാണിക്കുക. തന്നെ ശുദ്ധീകരിച്ച നിയമരക്തം, ദൈവം കാണിച്ച കൃപയുടെ ആത്മാവ്, ഇതിനെയൊക്കെ റോമലേഖനത്തിൽ വായിക്കുന്നു. മനുഷ്യൻ അതിനെ സപ്രസ് ചെയ്യുകയാണ്, അതിനെ തിരസ്കരിക്കുകയാണ്. എബ്രായലേഖനത്തിൽ പറയുമ്പോൾ ഹൗ ഷാൽ വി എസ്കേപ്പ് ഇഫ് വി നെഗ്ലക്ട്. ഇതൊരു നിസ്സാരമായിട്ട് കരുതുക, തമാശയായിട്ട് കാണുക. തമാശ. സുപ്രീം കോടതി ഒരു വിധി ഇവിടെ കൽപ്പിച്ചാൽ നമ്മൾ സാധാരണ പത്രത്തിൽ വായിക്കും കോടതി അലക്ഷ്യം. അതെ അതെ, സ്ഥിരം വായിക്കുന്ന ഒരു പ്രയോഗമാണ് കോടതി അലക്ഷ്യം. എന്നാ കോടതി കൽപ്പിച്ചതിനെ നിസ്സാരമെന്ന് കരുതുന്നത് കോടതി അലക്ഷ്യമാണ്. അതൊരു വലിയ കേസാണ്, വലിയ കേസാണ്, ഗൗരവമുള്ള കാര്യമാണ്. ഇവിടെ ആരുടെ കൽപ്പനയാണിത്? ആരാണ് ഈ കൃപയുടെ ആത്മാവിനെ തന്നതും നമ്മളെ ശുദ്ധീകരിപ്പാനുള്ള നിയമരക്തത്തെ ദൈവപുത്രനിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കി തന്നതും ഇത്ര വലിയ രക്ഷ നമുക്ക് ഒരുക്കിയതും? നാം ദൈവം ഒരുക്കിയ ഇത്ര വലിയ രക്ഷ നാം ഇതിനെ നെഗ്ലക്ട് ചെയ്തു പോയാൽ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇത് കേൾക്കാത്തവരെക്കാട്ടിൽ കൂടുതൽ അവിടെ പോകുന്നത് ഇതിനെ നെഗ്ലക്ട് ചെയ്തവരാണ്. നമ്മുടെ കേൾവിക്കാരിൽ തന്നെ എത്രയോ പേര് ഇത് കേട്ടിട്ട് ഇതിനെ അവഗണിച്ച് കളയുമ്പോൾ ഒരു സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു വിധി, അതിനെ നെഗ്ലക്ട് ചെയ്താൽ, അതിന് കോടതി അലക്ഷ്യമായി ഗൗരവമായി ഗവൺമെന്റ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തിയ ഈ രക്ഷയും നമ്മെ ശുദ്ധീകരിപ്പാൻ വേണ്ടി ഒഴുക്കിയ നിയമരക്തവും കൃപയുടെ ആത്മാവും ദൈവത്തിന്റെ ക്ഷമയും ദൈവത്തിന്റെ ദീർഘമായ ക്ഷമയും നാം അതിനെ തിരസ്കരിച്ച് കളയുമ്പോൾ അതിന് വരുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. എത്ര വലിയ ശിക്ഷ! ഇത്ര വലിയ രക്ഷയ്ക്ക് നമ്മൾ അവഗണന കാണിച്ചാൽ എത്ര വലിയ ശിക്ഷയല്ലേ? വലിയ ശിക്ഷയാണ്. ഞാനതൊന്നുകൂടെ വെളിപ്പെടുത്താം. ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് ഭയം തോന്നാറുണ്ട്. റോമലേഖനം 9-ാം അധ്യായം എടുത്താട്ടെ. റോമലേഖനം 9-ാം അധ്യായം. വാസ്തവത്തിൽ ഭയം തോന്നും പുതിയ നിയമത്തിൽ ആ വെളിപ്പാട് നമ്മൾ വായിച്ചാൽ. റോമലേഖനം 9-ാം അധ്യായം. ദൈവം ഇത്ര ടെറിബിളായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ആ ചിന്തിച്ചത്, ആ ടെറിബിളായിട്ട് ക്രിയേറ്റ് ചെയ്തതിന്റെ കാരണം നമുക്ക് നോക്കാം. 9-ാം അധ്യായത്തിൽ 2 പാത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ 23-24 വാക്യം. 22 തൊട്ട് വായിക്കാം. 22 തൊട്ട് ഞാൻ വായിക്കട്ടെ സാറേ? വായിച്ചാട്ടെ. എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ചു തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു. നോക്കെ, ഇവിടെ 2 പാത്രങ്ങൾ. ഒന്ന് കരുണാപാത്രങ്ങൾ, മറ്റൊന്ന് കോപപാത്രങ്ങൾ. 2 പാത്രം, കരുണപാത്രവും കോപപാത്രവും. കരുണാപാത്രങ്ങൾ കരുണ നിറയ്ക്കാനുള്ള പാത്രം, കോപപാത്രങ്ങൾ കോപം നിറയ്ക്കാനുള്ള പാത്രങ്ങൾ. മനുഷ്യ ജീവിതങ്ങളാണിത്.
രണ്ട് തരത്തിലുള്ള മനുഷ്യരാ അല്ലേ? എന്നാൽ അവിടെ ബ്രദർ ശ്രദ്ധിച്ചോ എന്നറിയില്ല, 23-ാം വാക്യത്തിൽ തേജസ്സനായി മുന്നൊരുക്കിയെന്ന് പറയുമ്പോൾ 24-ാം വാക്യത്തിൽ അങ്ങനെ നാശയോഗ്യമായ കോപപാത്രങ്ങളെ മുന്നൊരുക്കിയെന്ന് പറയുന്നില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എന്ന് ദൈവം സഹിക്കുന്നതേ ഉള്ളൂ. ദൈവമല്ല അവരെ ഒരുക്കുന്നത് നാശയോഗ്യമായി. നാശത്തിലേക്ക് ഒരുക്കുന്ന ദൈവമല്ല. ഞാൻ തന്നെ അല്ലേ? അവർ തന്നെയാണ്. റോമലേഖനം 1-ാം ഈ ഭാഗത്ത് നമ്മൾ മടങ്ങി വരും. എനിക്ക് തോന്നുന്നത് ഈ ചിന്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രോതാക്കളായിരിക്കുന്ന അനേകരില് ഈ ചിന്ത ഉണ്ടായിരിക്കാം, ദൈവമാണ് എന്റെ തലവരെയാണ്, ദൈവമാണ് എന്നെ നരകത്തിലേക്ക് വിടുന്നത് എന്നുള്ള ചിന്ത ചെറുപ്പകാലങ്ങളിൽ എനിക്കും ഉണ്ടായിരുന്നു, നമ്മളിൽ അനേകർക്കും ഉള്ളതായിരിക്കാം. പക്ഷെ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല അല്ലേ? ഈ ഭാഗത്ത് നമ്മൾ മടങ്ങി വരും. 1-ാം അധ്യായം എടുത്ത് 2-ാം അധ്യായം റോമാലേഖനം 2-ാം അധ്യായം 2-ാം അധ്യായം തന്നെ 4-ഉം 5-ഉം വാക്യം ബ്രദർ ഒന്ന് വായിച്ച് കേൾപ്പിച്ചത്. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. അടുത്ത വാക്യം കൂടെ, അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. അതിന് 9-ാം വാക്യം 8-ാം വാക്യം കൂടെ വായിച്ചാട്ട്. ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അപ്പൊ അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വം അല്ലല്ലേ സാറേ? ഇവിടെ വായിച്ചിരിക്കുന്നത് കോപം ചരുതിച്ചു വെക്കുന്നെന്ന്. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഓരോ ദിവസവും ചരുതിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവകോപം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോപപാത്രത്തിൽ ആ കോപം നിറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ ഒരു പദം ശ്രദ്ധിച്ചോ, അതിന്റെ 8-ാം വാക്യത്തിൽ കോപവും ക്രോധവും കൊടുക്കും. ഇത് രണ്ടും രണ്ടാണോ? കോപവും ക്രോധവും രണ്ടും അല്പ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. കോപവും ക്രോധവും കൊടുക്കും. കോപം മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. എനിക്ക് കോപമുണ്ട്, എനിക്ക് സ്നേഹമുണ്ട്. ക്രോധം എന്ന് പറയുമ്പോൾ ആ കോപം പൊട്ടി ഒഴുകുന്നതാണ്. അത് എന്താ എക്സിക്യൂട്ട് ചെയ്യുക അല്ലേ? അത് എക്സിക്യൂട്ട് ചെയ്യുക, പൊട്ടി ഒഴുകുന്നതിന് പറയുന്നത്. അത് ശരി. കാൽവറി ക്രൂശിൽ ദൈവക്രോധം അവന്റെ മേൽ ചൊരിഞ്ഞു. ക്രോധം ചൊരിഞ്ഞു അല്ലേ? ചൊരിഞ്ഞു. ദൈവത്തിന്റെ പാപത്തോടുള്ള മനോഭാവം അവിടെ വെളിപ്പെടുത്തി. അത് എന്റെ പാപത്തിന് വേണ്ടിയുള്ള ശിക്ഷ ദൈവം യേശു ക്രിസ്തുവിൽ അടിച്ചേൽപ്പിച്ചു. അതും സോമനസാലെ കർത്താവ് ഏറ്റെടുത്തു അല്ലേ? എനിക്ക് വേണ്ടി സഹിച്ചു. അവന്റെ മേൽ ആ കോപം പകർന്നു, അവന് പകർന്നു, ആ ക്രോധം അവന്റെ മേൽ പകർന്നു. നോക്കുക, നമ്മൾ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല എന്താണ്. 90-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ മോശ പറയുന്നുണ്ട്, നിന്റെ കോപത്തിന്റെ ശക്തിയെയും ഗ്രഹിപ്പാൻ. ക്രോധത്തിന്റെ ശക്തി. ദൈവം പൊട്ടി ഒഴുകുമ്പോൾ, ആ കോപം ക്രോധമായി പൊട്ടി ഒഴുകുമ്പോൾ ആര് തടുക്കും? മനുഷ്യന് ഒരിക്കലും കഴിയില്ല. ആ ക്രോധം എത്ര വലുതായിരിക്കും? ഇനി നമുക്ക് വായിച്ച ഭാഗത്തിലേക്കൊന്ന് മടങ്ങി വരാം. റോമാലേഖനത്തിൽ നമ്മൾ വായിച്ച 9-ാം അധ്യായത്തിലേക്കൊന്ന് വന്നാട്ടെ. 9-ാം അധ്യായത്തിന്റെ 23 തൊട്ടുള്ള വാക്ക് 22, 23, 24 നമ്മൾ വായിച്ചില്ലേ? തേജസ്സനായി മുന്നൊരുക്കിയ കരുണാപാത്രവും നാശയോഗ്യമായ കോപപാത്രവും. അതെ. നോക്ക, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ഈ കരുണാപാത്രത്തിൽ ദൈവം തന്റെ കരുണയുടെ വലുപ്പമാണ് പ്രദർശിപ്പിക്കുന്നത്. കരുണ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എഫേസ്യ ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ, അവന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കാൻ നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ദൈവ കൃപ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ക്യാൻവാസുകളാണ് നമ്മൾ. ദൈവ കൃപ എന്താണ്, ഈ കൃപ എന്താണെന്ന് ദൂതന്മാർക്ക് മനസ്സിലായിട്ടില്ല, വ്യക്തമായി വെളിപ്പെട്ടിട്ടില്ല. കൃപയെന്നുള്ള വാക്കിന്റെ അർത്ഥം അർഹതയില്ലാത്ത അനുഗ്രഹമെന്നാണ്. അർഹതയില്ലാത്തത് നന്മ തരുന്നതാണ് കൃപ. ഞാൻ തന്നെ കുരുത്തക്കേട് കാണിച്ച്, കുറ്റം കാണിച്ച്, തെറ്റ് കാണിച്ച് ശിക്ഷ ഏറ്റുവാങ്ങിയതാണ്. പക്ഷെ ദൈവം എന്നെ അതിർത്തികളില്ലാതെ സ്നേഹിച്ചു അല്ലേ? അതാ കൃപ. സീമകളില്ലാതെ സ്നേഹിച്ചു. അൺമെറിറ്റഡ്, യാതൊരു അർഹതയുമില്ലാത്ത ഒന്ന് എനിക്ക് തരുന്നതാണ് ദൈവത്തിന്റെ കൃപ. അപ്പം നമ്മളെ തെരഞ്ഞെടുത്തത് കൃപയുടെ അത്യന്ത ധനം വരുംകാലം കാണിപ്പാനാണ്. ഞാൻ ഓർത്തു പോകുന്നു, അലക്സാണ്ടർ ചക്രവർത്തിയുടെ അടുക്കൽ ഒരു ഭിക്ഷക്കാരൻ ചെന്നത് കേട്ടിട്ടുണ്ടോ? ചക്രവർത്തിയുടെ അടുക്കൽ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷ അയച്ചുകൊണ്ട് ചെന്നു. അലക്സാണ്ടർ ചക്രവർത്തി പടയാളികളോട് പറഞ്ഞു, തന്റെ തങ്ക നാണയം ഇരിക്കുന്ന പെട്ടി കൊണ്ടുവരാൻ. സ്വർണ്ണ നാണയം. ഈ ഭിക്ഷക്കാരനോട് പറഞ്ഞു തുണി വിരിക്കാൻ. തന്റെ
ചവണ്ട ആ തുണി വിരിച്ചു. അലക്സാണ്ടർ ചക്രവർത്തി ഒരു പിടി സ്വർണ്ണ നാണയം എടുത്തിട്ടു. അവൻ ഒരു നാണയം കിട്ടുമെന്ന് വിചാരിച്ച് അവൻ അത്ഭുതപ്പെട്ട് നിൽക്കുക. അവൻ മതിയെന്ന് പറയുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി ഇത് അടുത്ത കൈ വാരിയിട്ടു. വീണ്ടും മതി ചക്രവർത്തി എന്ന് പറയുമ്പോൾ നിനക്ക് മതിയായിരിക്കും, ഇത് അലക്സാണ്ടറിന് ചേരുന്നതല്ല. അദ്ദേഹം ചക്രവർത്തിയാണ്. ചക്രവർത്തിയുടെ മഹത്വത്തിനനുസരിച്ചാണ് ചക്രവർത്തി കൊടുക്കുന്നത്. അപ്പം ദൈവത്തിന്റെ കരുണ എന്താണെന്ന് വെളിപ്പെടുത്താൻ നമുക്ക് മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു ചക്രവർത്തിയുടെ മഹത്വത്തിന് ചേരുന്ന വിധത്തിലാണ് ആ ചക്രവർത്തി ആ ദാനങ്ങൾ കൊടുക്കുന്നത്. അതൊരു ഭിക്ഷക്കാരനാണ്. ഒരു ഭിക്ഷക്കാരൻ. നമ്മുടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയ വചനത്തിൽ, നമ്മളിവിടെ വായിച്ച വേദഭാഗത്തിൽ നമ്മളെ കരുണയുടെ പാത്രങ്ങളാക്കിയെന്ന്. ദൈവം നമ്മളെ കരുണയുടെ പാത്രങ്ങളാക്കി. എഫേസ്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശു നമ്മളെ തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയുടെ അത്യന്ത ധനം, എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് ഗ്രേസ്. ദൈവകൃപ എത്ര വലുതാണെന്ന് വെളിപ്പെടുത്തുന്നത് വാസ്തവത്തിൽ നമ്മളെ വരച്ച് നമ്മളിലാണ് അത് കാണിക്കുന്നത്. ഈ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച സാധാരണക്കാരിൽ കൂടെയാണല്ലേ? സാധാരണക്കാരിലൂടെ. ഞാൻ ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം പറയാറുണ്ട്. ഒരു നല്ല ചിത്രകാരനോട് വന്നു. ആ ചിത്രകാരന് പെയിന്റ് ഉണ്ട്, ബ്രഷൊക്കെ ഉണ്ട്. ചിത്രകാരന് നല്ലൊരു പടം വരയ്ക്കണം. ഇനി അദ്ദേഹത്തിന് ആവശ്യം ഒരു ക്യാൻവാസ് കഷ്ണമാണ്. അദ്ദേഹത്തിന്റെ കരവിരുത് പ്രദർശിപ്പിക്കുന്ന ക്യാൻവാസിലാണ്. നമ്മൾ വാസ്തവത്തിൽ ദൈവകൃപയുടെ അത്യന്ത ധനം കാണിക്കുന്ന ക്യാൻവാസുകളാണ്, ദൈവത്തിന്റെ ക്യാൻവാസുകളാണ്. ആ കൃപ എത്ര വലുതാണെന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിയില്ല. അവന്റെ കൃപ, കാരണം ദൈവം അത്ര ഉന്നതനായതുകൊണ്ട് ആ കൃപയുടെ വലിപ്പവും വളരെ വലുതാണ്, അല്ലേ? വളരെ വലുതാണ്. എന്നാൽ അതുപോലെ തന്നെ അതിന് മറുഭാഗമുണ്ട്. കോപത്തിന്റെ കാര്യത്തിലും നമ്മളിവിടെ വായിക്കുന്നു, നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിക്കുന്നു. 22-ാം വാക്യത്തിൽ ആ കോപപാത്രങ്ങൾ എന്തിനാണ്? തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും. ഹീസ് ഡെമോൺസ്ട്രേറ്റിംഗ് ഹിസ് wrath. ദൈവത്തിന്റെ കോപം വെളിപ്പെടുത്തുന്ന പാത്രം, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന പാത്രം. അപ്പം നരകമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ കോപം വെളിപ്പെടുത്തുന്ന പ്രതലമാണ്. ഈ മുമ്പേ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആ സംഭവം പറഞ്ഞതിൽ തന്നെ ആ ഭിക്ഷക്കാരന് ചക്രവർത്തി കരുണ കാണിച്ചു. അതേസമയം ആ ഭിക്ഷക്കാരൻ അത് സ്വീകരിക്കാതെ ചക്രവർത്തി അപമാനിച്ചാൽ തീർച്ചയായിട്ടും അലക്സാണ്ടർ കോപം ആ ഭിക്ഷക്കാരൻ അനുഭവിക്കേണ്ടി വരും, അല്ലേ? അനുഭവിക്കേണ്ടി വരും. നമ്മൾ നെബൂഖദ്നേസറിന്റെ കാര്യം ഓർത്തില്ലേ? ആ തീച്ചൂളയുടെ ചൂട് 7 ഇരട്ടി കൂട്ടിയിട്ടാണ് ബാലന്മാരെ അവിടെ ഇരിക്കുന്നത്. രാജാവിന്റെ കോപത്തെയാണ് തട്ടി ഉണർത്തുന്നത്. ഇത് സർവശക്തനായ ദൈവത്തിന്റെ കോപമാണ്. സ്വർഗീയ രാജാവ്. അവൻ സർവശക്തനാണ്, ഓൾമൈറ്റി. ഓൾമൈറ്റി, അവനെക്കാട്ടിൽ ശക്തനായ ആരുമില്ല. ആ സർവശക്തന്റെ കോപത്തിന് അവനോളം വലുപ്പമുണ്ട്. ആ കോപം പ്രദർശിപ്പിക്കുന്ന ഒരു പ്രതലമാണ് നരകം. അവൻ കൊടുത്ത രക്ഷയെ തിരസ്കരിച്ച്, അവരെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് വിചാരിച്ച്, കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചു കളഞ്ഞ്, സത്യത്തെ തടുത്ത് അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം വെളിപ്പെടുകയാണ്. ആ കോപം വെളിപ്പെടുന്ന ഒരു പ്രതലം ദൈവം സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചത് അവൻ തന്നെ സൃഷ്ടിച്ചു. അവന് സൃഷ്ടിച്ചതുകൊണ്ട് അതിന്റെ ഭീകരത്വം അവനറിയാം. മനുഷ്യനവിടെ പോകരുതെന്ന് അവൻ കരുതി അവൻ ഇവിടെ വന്ന് അവരെ രക്ഷിപ്പാനായിട്ടുള്ളൊരു മാർഗമൊരുക്കിയിട്ട് മനുഷ്യനോട് അവൻ ആവശ്യപ്പെടുന്നു, ഫ്ലീ, ഓടിക്കൊള്ളുക, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളാൻ അവൻ ആവശ്യപ്പെടുന്നു. അതിനും പണം ആവശ്യപ്പെടുന്നില്ല, അത് സൗജന്യമായല്ലേ? സൗജന്യമായി അവന്റെ മലം പ്രഭാഷണം ആരംഭിക്കുമ്പോൾ ഇത് ആരംഭിക്കുക. ഞാൻ ആ ഭാഗം വേണേ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമാണ് അവന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോഴും ഇത് കർത്താവ് ആരംഭിക്കും. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, ആദ്യത്തെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. കർത്താവ് ഗിരിപ്രഭാഷണം നടത്തിയപ്പോൾ ആ പ്രഭാഷണത്തിൽ ഇവിടെ നോക്കുക, അതിന്റെ 22-ാം വാക്യം നരകത്തെക്കുറിച്ച് പറയുന്നു. നോക്കുക, അതിന് 22-ാം വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാരം എന്ന് പറഞ്ഞാൽ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അതിന്റെ 29 തൊട്ടുള്ള വാക്യം വായിക്കാം, 29, 30. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂർന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം. നരകത്തിൽ പോകുന്നതെന്ന് പറയുന്നുണ്ട് ഇവിടെ. യെസ്, നരകത്തിൽ പോകുന്നതിനെക്കാട്ടിൽ നല്ലത് നീ ഈ ഭൂമിയിൽ നിന്റെ ഒരു അവയവം നശിച്ചിട്ട് ഈ ലോകത്തിൽ അല്പം കഷ്ടം അനുഭവിക്കുന്നതാണെന്ന് കർത്താവ് പറയുന്നു. ആ നരകത്തിലെ നഷ്ടവും വേദനയും
കമ്പയർ ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ അത് ഒഴിവാക്കാനുള്ള ഏത് വേദനയും നഷ്ടവും സന്തോഷത്തോടെ സഹിക്കണമെന്നുള്ള അല്ലേ? സഹിക്കുന്നതാണ് നല്ലതെന്ന് കർത്താവ് പറയുമ്പോൾ അത് ശക്തമായി അതാരാ പറയുന്നതെന്ന് ഓർക്കണം. ഇത് സൃഷ്ടിച്ച വ്യക്തിയാ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു. അവനറിയാം അതിന്റെ ഭീകരത്വം, അതിന്റെ ഭൈഷമ്യവും ഭീകരത്വവും അറിയാവുന്നവൻ, സൃഷ്ടിച്ചവനാ പറയുന്നത്. ഒരു മനുഷ്യനും അവന്റെ ശരീരത്തിന്റെ ഒരു അവയവം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കത്തില്ല. വേദനാജനകമല്ലേ? അയ്യോ, നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു കയ്യോ കണ്ണോ ഒക്കെ നമ്മൾ തന്നെ എടുത്ത് കളയും. ഒരു മനുഷ്യനും കളയത്തില്ല, സൂക്ഷിക്കത്തേ ഉള്ളൂ. ഞാൻ ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വായിച്ചു, UAE മിഷനകത്ത് കയറി കൈവിരൽ പോയ മനുഷ്യൻ അവിടെ തുന്നിച്ചേർക്കാൻ വയ്യാഞ്ഞതുകൊണ്ട് അത് ഐസിനകത്തിട്ട് ആ വിരലും കൊണ്ട് പ്ലെയിൻ കയറി വന്ന് നാട്ടിലത് തുന്നിച്ചേർത്തു. ഒരു ചെറിയ വിരലാണ്, വിരലിന്റെ വിലയും അതാണ്. എന്നാൽ കർത്താവ് പറയുന്നത്, സ്വർഗത്തിൽ പോകാൻ നിനക്ക് തടസ്സം നിന്റെ വലം കണ്ണാണെങ്കിൽ ആ കണ്ണങ്ങ് പറിച്ചു കളയാൻ പറഞ്ഞു. നീ അന്ധനായിട്ട് ജീവിച്ചു, നഷ്ടം നഹിച്ചു. നിന്റെ വലം കൈയാണ് നിനക്ക് തടസ്സമെങ്കിൽ അതങ്ങ് വെട്ടിക്കളയാം. നീ അംഗഹീനനായി ഇവിടെ ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകുന്നതാണ് ഇതിനെക്കാട്ടി നല്ലത് എന്ന് പറഞ്ഞാൽ, നരകം അത്ര ഭീകരമാണെന്ന് കർത്താവൻ അറിയാവുന്നത് കൊണ്ട് അവൻ അറിയാവുന്ന ഭാഷയിൽ ഏറ്റവും വലിയ ശക്തമായ ഭാഷയിൽ പറയുന്നു, നീ നരകവിധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം. കർത്താവിൻ്റെ ഇത്ര ശക്തമായ മുന്നറിയിപ്പ് ബൈബിളിൽ ഉണ്ടെന്നുള്ളത് വളരെ ചിന്തനീയവും അതുപോലെ തന്നെ എല്ലാവരും അറിയേണ്ട സത്യവും തന്നെയാണിത്. അന്ന് കർത്താവ് ഇത് പറയുമ്പോൾ വീണ്ടും കർത്താവ് വെളിപ്പെടുത്തിയത് നോക്കാം. മർക്കോസിന് സുവിശേഷം 9:43. മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 2-ാമത്തെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. 9:43. 44 വായിച്ചു. നിന്റെ കൈ നിനക്കിടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. ഊനനായി ജീവനിൽ കടക്കുന്നത് 2 കൈയുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. കർത്താവ് അവിടെ കുറച്ചുകൂടെ വെളിപ്പ് തന്നു. ആ തീ കെടാത്തതാണ്. കെടാത്ത തീയായ നരകത്തിൽ. ക്ലിനിക്കൽ ഡെത്ത് പരിശോധനയിൽ ചരിത്രത്തെ ഞെട്ടിപ്പിച്ച വാർത്തയുമായി സ്വീഡിഷ് സയൻസ് അക്കാദമി രംഗത്ത് വന്നിരിക്കുകയാണ്. ചില്ലുകൂട്ടിനകത്ത് മരിക്കുവാൻ പോകുന്ന ഒരു വ്യക്തിയുടെ തൂക്കമെടുത്ത് അതിനുശേഷം മരിച്ച ഉടൻ തന്നെ തൂക്കമെടുക്കും. 23 ഗ്രാം ഇതാ കുറഞ്ഞിരിക്കുന്നു. 1500ഓളം വ്യക്തികളുടെ ടെസ്റ്റ് നടത്തിയപ്പോൾ എല്ലാവരിലും 23 ഗ്രാം കുറഞ്ഞിരിക്കുകയാണ്. നീലോ ലാബു ജേക്കബ്സൺ നടത്തിയ പരിശോധനയിൽ ക്ലൗഡ് ചേംബർ ടെസ്റ്റ് നിങ്ങൾക്കറിയാവുന്നതാണ്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സ്ഥൂല രൂപം ഒപ്പിയെടുക്കാൻ കഴിയുന്ന ക്യാമറ പോലും അവർ ക്രമീകരിച്ചു. എന്താണിതെല്ലാം വിളിച്ചു പറയുന്നത്? ലോകത്തിലെ കിടുകിട വിറപ്പിച്ച കെന്നഡിയും മുസോളിനിയും നീറോയും ആരുമാകട്ടെ തീർന്നു പോകുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. തീർന്നു പോകാത്തൊരു ലോകമല്ല ഇത്, എന്നും തീർന്നു പോകുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം ലോകത്തോട് യാത്ര പറഞ്ഞേ മതിയാവും. മരണം വഴി ലോകത്തോട് യാത്ര പറയേണ്ടവരാണ് നമ്മളെല്ലാവരും. ചരിത്രം കണ്ടവരിലേക്കും ഏറ്റവും വലിയവരായ എല്ലാവരും തന്നെ ഓരോരുത്തരായി ലോകത്തോട് യാത്ര പറഞ്ഞു. ചെറിയവരും വലിയവരും തീർന്നു പോകുന്ന ലോകത്തിൽ നിങ്ങൾ ചിന്തിക്കൂ, നാളെ ഈ വഴി കടന്നു പോകുന്ന ശവപ്പെട്ടി നിങ്ങളുടേതല്ല എന്ന് തീർത്തു പറയുവാൻ കഴിയുമോ? സമയമാം രഥത്തിൽ പാട്ട് നിങ്ങൾക്കല്ല എന്ന് പറയുവാൻ ആർക്ക് കഴിയും? നെഹ്റു തൻ്റെ ഉറ്റ സ്നേഹിതനടുത്ത് വന്നപ്പോൾ പറഞ്ഞത്, നിങ്ങൾ എന്തിനു നാളത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ച് അന്വേഷിക്കുന്നു? ഞാൻ മരിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ മരിക്കാൻ പോകുന്നുമില്ല. ഇത് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നെഹ്റുവിൻ്റെ ഡെഡ് ബോഡിയാണ് ഇന്ത്യ കണ്ടത്. ഇന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരുണ്ട്. ഇത് മനസ്സിലാക്കേണ്ടതല്ലേ? ഇന്ദിരാഗാന്ധിയുടെ മരണസ്ഥലം ഞാൻ സന്ദർശിക്കുകയുണ്ടായി. ഇന്ത്യൻ ചരിത്രത്തിൻ്റെ നെടുനായകത്വം വഹിച്ച ഇന്ദിരാഗാന്ധിക്ക് വൺ സെക്യൂരിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവയൊന്നും തന്നെ മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നതല്ല. രാജീവ് ഗാന്ധി ഉയർന്ന സെക്യൂരിറ്റി ഉണ്ടായിട്ടും ലോകത്തോട് യാത്ര പറയേണ്ടി വന്നില്ലേ? എത്ര വലിയ സെക്യൂരിറ്റി ഉണ്ടായാലും മരണം അടുത്തു വരുമ്പോൾ യാത്ര പറഞ്ഞേ മതിയാകും. ഏത് വലിയവനും ചെറിയവനും. മേരി ജോൺ തോട്ടം പറഞ്ഞതുപോലെ, മരണത്തിൻ്റെ തണുത്ത കരം നിന്റെ കയ്യിലേക്ക് വന്ന് പിടിക്കുമ്പോൾ നോ എന്ന് പറയുവാൻ നിനക്ക് സാധ്യമല്ല. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്ക് പിന്നെ എന്തു ശങ്കമാറ്റമൊന്നുമില്ലതിൽ. ആരായാലും തീർന്നുപോയേ പറ്റൂ. സ്നേഹിത, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. തീർന്നു പോകുന്ന ലോകത്തിൽ നിന്ന് തീരാത്ത ഒരു ലോകത്തിലേക്ക് നാം പോകുകയാണ്. തീരാത്ത ലോകത്തെ രണ്ടായിട്ടാണ് ബൈബിൾ കാണുന്നത്. ഒന്ന് തീരാത്ത നിത്യസന്തോഷം, മറ്റൊന്ന് തീരാത്ത നിത്യനരകം. ഈ രണ്ട് ഭാഗത്തേക്കുള്ള പോക്കിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? ചിന്തിച്ചു നോക്ക്. ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയുള്ള ഒരു വലിയ നരകം. അവിടുത്തെ മറ്റൊരു മുറിയാണ് സ്പർശിക്കത്തക്ക ഇരുട്ടുള്ള മുറി. ഏത് വിധത്തിൽ നീ ചെന്നുപെടുന്നുവോ അതുപോലെ തന്നെ
ഒരു നിത്യത മുഴുവൻ ഇരുട്ടറയിൽ ആരെയും കാണാതെ ഇരിക്കേണ്ടി വരും. മറ്റൊരു മുറിയാണ് വലിയ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ഒരു വലിയ ഗന്ധക വലയിൽ ജീവിക്കുന്ന പുഴുക്കളുണ്ടെന്ന് സ്പഷ്ടമായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയല്ലോ. അതുപോലെ ഗന്ധകത്തിനകത്ത് തീ കത്തുന്ന എന്നേക്കുമായി കഴിഞ്ഞുകൂടേണ്ടി വരുന്ന മറ്റൊരു മുറി, കരച്ചിലും പല്ലുകടിയുമുള്ള വേറൊരു മുറി. അപ്പുറത്തേക്ക് നോക്കൂ നീ, ആ മുറിക്കകത്ത് ധാരാളം പുഴുക്കളുണ്ട്, കൃമിയുണ്ട്. അവിടെ ബെഡ് പുഴുവാണ്, കൃമിയാണ് ബ്ലാങ്കറ്റ്സ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നിത്യത മുഴുവനും ഈ കടുത്ത കനത്ത യാതനയിൽ കഴിയേണ്ടി വരികയാണ്. ഒരു ഭാഗത്ത് നരകത്തിലേക്കാണല്ലോ പോകുന്നത്. സ്നേഹിത, സുവിശേഷത്തിൻ്റെ മധുരിമ ഇന്നെങ്കിലും നീ ഒന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. യേശുക്രിസ്തു എന്ന സുവിശേഷം നിന്നെ ക്ഷണിക്കുകയാണ്. ഇന്ന് കടന്നു വരുമോ? യേശു നിന്നെ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, എന്തിന് നീ നരകത്തിലേക്ക് പോകുന്നു? അതിൻ്റെ കയ്പ് ഞാൻ കുരിശിൽ കുടിച്ച് ഇറക്കിയിരിക്കുക. വിഷം തരൂ, പകരം ജീവൻ. ഇപ്പോൾ തന്നെ ആ വിഷം യേശുവിൻ്റെ കയ്യിൽ കൊടുക്ക്. ജീവൻ പകരം തരുന്ന ക്രിസ്തുവിലേക്ക് നോക്ക്. ജീവൻ തന്ന നിന്റെ പാപത്തിൻ്റെ പരിഹാരാർത്ഥം, അതെ, ജീവൻ പണയം വെച്ച, പാപത്തിൻ്റെ കടം വെച്ച് തീർത്ത ആ നല്ല ക്രിസ്തുവിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. സന്മനസ്സുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്മൃതിനാശമില്ലാതെ ജീവിക്കുന്ന സമാധാന പ്രഭുവിനെ അറിയുവാൻ സമ്മാന ഗ്രന്ഥം നിങ്ങൾക്കും വിജയിക്കാം. നിങ്ങളുടെ പൂർണ്ണ മേൽവിലാസം ഞങ്ങൾക്ക് SMS അയയ്ക്കുക. SMS അയക്കേണ്ട നമ്പർ 9495446029 ഫോർ ബുക്സ് എന്ന് എഴുതി SMS അയയ്ക്കുക.